തിരുവനന്തപുരം നെടുമങ്ങാട് കരകുളം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പണിതീരാത്ത ഹാളിനുള്ളിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടെ മൃതദേഹമെന്നാണ് സംശയം. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. സുനിഷ അയ്യലൂർ വിവരങ്ങളുമായി. സുനിഷ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഇതിപ്പോൾ കോളേജ് ഉടമ തന്നെയാണെന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. PA അസീസ് കോളേജിന്റെ പണിതീരാത്ത ഒരു ഹാളിൽ, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിനകത്താണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് കോളേജ് ഉടമയായ അബ്ദുൾ അസീസിന്റെ തന്നെ മൃതദേഹമാണ് എന്നുള്ളതാണ് സംശയമായിട്ട് ഉയരുന്നത്. അതിന് പ്രധാന കാരണം ഈ മൃതദേഹം പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് ഈ ഉടമ തന്നെയാണ് എന്നൊരു 90% നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ തൊട്ടടുത്തായി കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കാറ് പുറത്ത് പാർക്ക് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അടക്കം ഈ കോളേജ് പരിസരത്ത് അദ്ദേഹത്തെ കണ്ടതായി നാട്ടുകാരും പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ പോലീസ് ഉറപ്പ് പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്താണ് കാരണമെന്നത് വ്യക്തമായിട്ടില്ല. പക്ഷേ ആത്മഹത്യയാണ് എന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കടക്കെണിയിലായിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പണം കൊടുക്കാനുള്ളവർ ഇദ്ദേഹവുമായി ചില വാക്കേറ്റങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ ആത്മഹത്യ എന്നൊരു സംശയം കൂടിയുണ്ട്. ഈ പണിതീരാത്ത ഈ കെട്ടിടത്തിനകത്ത് വന്ന്, ഈ ഹാളിനകത്ത് വന്ന ഈ ചപ്പ് ചവറുകളും ഒപ്പം തന്നെ ടയർ പോലുള്ള സാധനങ്ങളും കൂട്ടിയിട്ടതിനു ശേഷം കത്തിക്കുകയായിരുന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം നിലവിലൊരു പ്രാഥമിക നിഗമനം വെച്ച് രാത്രി 1 മണിക്കായിരിക്കാം ഈ കൃത്യം നടന്നിട്ടുള്ളത് എന്നതാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് സംഘം അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഈ ഒരു ഫോൺ, ഇദ്ദേഹത്തിന്റെ ഫോണ് ഒരു ചാരി വെച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് അദ്ദേഹം ഈ മരിക്കുന്നത്, ഈ തീ കൊളുത്തുന്നത് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ടാകാം എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ പരിശോധിച്ചാൽ കൃത്യമായി ഒരു വിഷയം, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ്. പക്ഷേ ഫോണിന്റെ ചാർജ് തീർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന അത് ഫോറൻസിക് സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൃത്യമായി ആ വിഷയത്തിൽ ഒരു കൃത്യത കിട്ടുമെന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ആത്മഹത്യയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഈ അബ്ദുൾ അസീസ് താഹയാണ് ഈ മരിച്ചത് എന്നതാണ് പ്രാഥമികമായും കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. ഇവിടെ പേയാട് സ്ഥിരതാമസമാക്കിയിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടത്തിപ്പിലൊക്കെ തന്നെയും പ്രധാനമായി തന്നെ ഇദ്ദേഹം ഉണ്ടാവുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പല കാര്യങ്ങൾക്കുമായി പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നൊക്കെയും മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ഈ കോളേജ് പരിസരത്ത് ഇദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടെ വരാറുള്ളത് കൊണ്ട് മറ്റ് സംശയങ്ങളൊന്നും തന്നെ നാട്ടുകാർക്കോ ചുറ്റിലുമുള്ളവർക്കോ ഒന്നും തോന്നുകയും ചെയ്തിരുന്നില്ല. പക്ഷേ രാത്രിയായിട്ടും കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അകത്ത് ഈ ചവറുകളൊക്കെ തന്നെയും കൂട്ടിയിട്ടൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏകദേശം പണി നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് സാധനങ്ങളൊക്കെ തന്നെയും ഈ ഹാളിനകത്ത് ഉണ്ട്. അതിനിടയിലാണ് ഈ ടയറും ഒപ്പം തന്നെ ഈ ചപ്പ് ചവറുകളും ഒക്കെ കൂട്ടിയിട്ടുകൊണ്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട്. പോലീസും പരിശോധന നടത്തുകയാണ്. ഏതായാലും മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇപ്പോൾ സംശയിക്കാനില്ല എന്നതാണ് നെടുമങ്ങാട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. സ്മൃതി, ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.